20 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച നിർമ്മാണ പ്രവൃത്തിയാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. 1987 ഭൂമി ഏറ്റെടുക്കുകയും 1990 ഫണ്ട് അനുവദിക്കപ്പെടുകയും ചെയ്ത ബൈപ്പാസിന്റെ നിർമ്മാണം 15 കോടിയോളം രൂപ ചെലവഴിച്ചതിനു ശേഷം മുടങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് 2012-13 വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി 15 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചതോടെ പണി പുനരാരംഭിക്കുകയായിരുന്നു. പാറയുടെ വശത്തായി 500 മീറ്റർ കോൺക്രീറ്റിംഗും മറ്റുമായി ചുരുക്കം ചില പണികൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ കൽപ്പറ്റ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകും. മരാമത്ത് വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും പങ്കെടുപ്പിച്ചുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യണമെന്ന് ആലോചിക്കുന്നു. അപ്പോൾ അതിനൊരു വലിയ ഇടപെടൽ MLAയുടെ ഭാഗത്തു നിന്നുള്ള നല്ല രീതിയിലുള്ള സഹായം ഉണ്ടായിരുന്നത്. നഗരസഭയുടെ കൗൺസിൽ ഒരു തീരുമാനമെടുത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മരാമത്ത് വകുപ്പ് നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറയുകയും MLA നല്ല രീതിയിൽ സഹായിക്കുകയും ചെയ്തതോടുകൂടിയാണ് എന്ത് ചെയ്ത് ആ പണി പൂർത്തീകരിക്കാൻ സാധിച്ചത്. കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള വലിയ വാഹനങ്ങളും വിനോദസഞ്ചാരികളും കൽപ്പറ്റ നഗരം വഴിയാണ് ചുരമിറങ്ങുന്നത്. സംസ്ഥാനത്ത് നിന്നുള്ള നിരവധി വാഹനങ്ങളും ചുരം കയറി ഇതുവഴി പോകുന്നു. ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നതോടെ നഗരം ഒഴിവാക്കിയാകും ഇവരുടെ യാത്ര. മീഡിയ 1 വയനാട്.